എപ്പോഴെങ്കിലും ആൾക്കാർ കൊണ്ട് വിറ്റ സാധനം വീണ്ടും തിരിച്ചു മേടിക്കാൻ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നവരുണ്ട്. ചിലവര് വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുവരും, ഭർത്താവും കൊണ്ടിരുന്നത്. ചിലപ്പോ പൈസ ബുദ്ധിമുട്ട് കൊടുത്തരണത്. അപ്പൊ അത് തന്നു കഴിഞ്ഞാല് ചിലപ്പോ അങ്ങോട്ട് വൈഫ് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് കൊണ്ടുപോയത്. അപ്പൊ ചിലപ്പോ അത് പറയും, എന്താ ഞാൻ കൊടുത്തത്, അത് അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടൂടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്തിനാണ് കൊടുത്തത് എന്നിട്ട് അത് തിരിച്ചു തരുമോന്ന് ചോദിക്കാൻ വേണ്ടി വരും. ഓക്കെ, നമ്മളത് കൊടുക്കും. അപ്പൊ അവരെന്തേലും പൈസ ലാഭം തരും. നമ്മളങ്ങനെ മേടിക്കാറില്ല. കൊടുത്ത പൈസ തിരിച്ചു മേടിച്ചത് കൊടുക്കും. കോട്ടപ്പടിയില് സുരേഷേട്ടന്റെ ചായക്കട. നിങ്ങൾ അത്ഭുതപ്പെടുണ്ടാവും, ഇതൊരു ചായക്കട പോലെ തോന്നണില്ലല്ലോ എന്നുള്ളത്. സത്യമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് ചായക്കടയാന്ന് പെട്ടെന്ന് തോന്നില്ല. കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ, പ്രത്യേകിച്ച് സംഗീത ഉപകരണങ്ങളുടെ വലിയൊരു ശേഖരം ഇത് നടത്തുന്ന സുരേഷേട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. സുരേഷേട്ടനെ പറ്റിയിട്ട് അറിയാം. ഇവിടെയുള്ള ചില പ്രത്യേകതകളും സൂപ്പർ ചായയും കടിയാണ്. അതൊക്കെ ആസ്വദിക്കാനും നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇതാണ് സ്ഥാപനത്തിൻ്റെ ഉടമ സുരേഷേട്ടൻ. ഇവിടെ ഇത് ചായക്കട എന്നുള്ളത് ഇതൊരു ലോകമാണ് അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് മനസ്സിലാവുക. അങ്ങനെയൊന്നുമില്ല, അത് കുറെ കാലമായിട്ട് നടത്തുന്നത്. എത്ര കാലം പഴക്കമുണ്ട്? മൊത്തം ഒരു 60 വർഷത്തെ 60 വർഷത്തെ പഴക്കമുണ്ട്. ഇത് ആദ്യം ഒരു ഹോട്ടലായിരുന്നു. ചെറിയൊരു ചായക്കട ഹോട്ടലാക്കി വീണ്ടും ചായക്കടയിലേക്ക് വന്നു. ഇതെങ്ങനെയാണ് ഈ ഇലക്ട്രോണിക്സ് ഉപകരണം, പ്രത്യേകിച്ച് ഈ സൗണ്ട് സിസ്റ്റവും ടേപ്പ് റെക്കോർഡറുകളും? അങ്ങനെ പ്രത്യേകിച്ച് അമ്മാവനായിട്ട് ഇതിന്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അന്ന് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരെ വാങ്ങിയിട്ട് വിറ്റിരുന്നു. അതായത് ഈ ഡ്യൂട്ടിയൊക്കെ കൊടുത്തിട്ട് അവരൊന്ന് പറയും അവരോട് ഇങ്ങനെ വിൽക്കാമെന്ന്. എങ്ങനെ ഇതിലേക്കൊരു ഇത് വന്ന് പറയും. അപ്പൊ പോയിട്ട് എടുക്കും. പണ്ടത്തെ അപ്പൊ ഇതൊരു വലിയൊരു സെന്ററാണ്. ആൾക്കാര് ആൾക്കാര് സ്ഥലത്ത് വന്നിരുന്നു. ചാവക്കാട്, വാടാനപ്പള്ളി, ഇങ്ങനെ കുറെ. ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് ആയിരുന്നു അന്നത്തെ. അല്ല, അന്ന് ഇവിടെ വെച്ച് വിൽക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് വിൽക്കാൻ പറ്റില്ല. അന്ന് ഒളിച്ചു വെക്കണം. കസ്റ്റമേഴ്സിന്റെ ശല്യം കാണുമ്പോൾ. ഓക്കെ. പിന്നെ ഇപ്പൊ മെയിനായിട്ടും ഈ എല്ലാ ഉപകരണം ഉണ്ടായിരുന്നു. ഇലക്ട്രിക് അന്ന് വന്നിരുന്നു. എല്ലാ സാധനവും വാങ്ങിച്ചിരുന്നു. പ്രത്യേകിച്ച് ടോർച്ച്, ടി വി ഒക്കെ 1 ലക്ഷം 1.5 ലക്ഷത്തിന്റെ ഒക്കെ അന്ന് വില ഉണ്ടായിരുന്നു. പിന്നെ VCR, VCP അതൊക്കെ 40-45 ആ റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. ഇതൊക്കെ ഒരു 40,000-45,000 വിലയുള്ള സാധനമാണ്. അന്ന് ആൾക്കാർക്ക് വലിയ താല്പര്യമുള്ള സമയമില്ലായിരുന്നു. അതൊക്കെ പോയി. പിന്നെ നമ്മുടെ ഇന്ത്യൻ്റെ തന്നെ നല്ല സാധനങ്ങൾ ഗ്യാരണ്ടിയിൽ കിട്ടാറുണ്ട്. ആൾക്കാർക്ക് അതിലേക്ക് തിരിഞ്ഞു. എന്നാലും ഇപ്പൊ പഴയ സാധനത്തിന് താല്പര്യമുള്ള ആൾക്കാർ ഈ ദൂരത്തുനിന്ന് വരും. കണ്ടമാനം ആൾക്കാർ ഒക്കെ മൂവാറ്റുപുഴ, പെരുമ്പാവൂര്, പാലക്കാട് ഇപ്പോഴും ആൾക്കാർ വരാറുണ്ട്. സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പഴയ അല്ലെ അങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാർ മേടിക്കണ്ടാവും അല്ലെ? അങ്ങനത്തെ ആൾക്കാർ അധികം മാറുന്നത് ഇപ്പൊ വരുന്നത്. പ്രത്യേകിച്ച് പഴയ ആൾക്കാർക്കൊക്കെ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനം ഉണ്ടാവും അല്ലെ? ചിലരുടെ വീട്ടില് റെക്കോർഡ്. ഇപ്പൊ അവിടെ എവിടെ ഇരിക്കണുണ്ടോ റെക്കോർഡൊക്കെ? ചെറുത് ചെറിയ റെക്കോർഡ് അല്ലേ? ഇതൊന്നും ഇപ്പൊ വർക്ക് ചെയ്യണ്ടോ? ഇത് വർക്ക് ചെയ്യുന്ന ഇത് വലുത്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ സാധനമാണ് ഇത്. ഈ റെക്കോർഡ് ഇത് ചെറുതും ഓടും വലുതും ഓടും. അടിയിൽച്ച തന്നെയാണ്. നമ്മുടെ പഴയ കാലത്ത് ഈ സൈക്കിൾ ചവിട്ട് അങ്ങനെയൊക്കെയുള്ള കണ്ടിട്ടാ. അപ്പോൾ അതിലൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ദവിക്കുക. അപ്പോൾ ഈ സാധനം ഇടയ്ക്കൊന്ന് സ്റ്റക്കായിട്ട് ആ സൂചന നിൽക്കും. അപ്പോൾ ഇന്നെൻ്റെ കരളിലെ അപ്പോൾ ഒന്ന് കയറ്റിക്കും. അപ്പോൾ വീണ്ടും പുന്നാരപ്പനം തത്ത സൂചി. അപ്പോൾ അത് ഒന്നുകൂടി അടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കും. അപ്പം അങ്ങനെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഈ സാധനം. അപ്പോൾ കല്യാണ വീട്ടിലെ കല്യാണം നമ്മൾ പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുത്ത് പോവില്ലേ? ആ പോണ നേരത്തെ ഞങ്ങൾ ഈ തെങ്ങുമ്പ് കെട്ടി വയ്ക്കില്ലേ? അത് അന്ന് തെങ്ങുമ്പ് കെട്ടിയ അത് വെക്കും. അപ്പോൾ എല്ലാവരും കരഞ്ഞിട്ടാ പോവുക. അപ്പം ഞങ്ങൾ ഈ പാട്ടാ വെക്കുക. ഏത് കണ്ണുനീരിനൂറ്റാറ്റത് കണ്ണുനീരിനൂറ്റൊക്കെ തിരിയത് കൊടുക്കും. അല്ല അന്നത്തെ ഒരു കാലം അങ്ങനെ സൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ചിരിക്കും, നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരും ചിരിക്കും. ഇത് വൈൻഡ് ചെയ്യാണ്ടിരിക്കണതാണ്. വൈൻഡ് ചെയ്ത് വർക്ക് ചെയ്യും. അതൊന്ന് വൈൻഡ് ചെയ്ത് കാണിച്ചു തരുമോ?
ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ആൾക്കാർക്കൊന്നും കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇത് അറിയണ്ടാവില്ല അത് ഇങ്ങനത്തെ ക്ലോക്കൊക്കെ. അപ്പൊ പണ്ടത്തെ ബാലരമയുടെ അല്ല 11-20. അത് അരയ്ക്കും ഒന്നിനും അടിക്കും. ഒരമണിക്കൂറിലും 1 മണിക്കൂറിലും അടിക്കും. 1972 റെക്കോർഡാണ് അത്. ഇത് HMVയുടെ ആണ്. ഇതും HMVയുടെ റെക്കോർഡ് പ്ലെയർ ആണ്. ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു വലിയ സ്ഥലമാണ്. വേറൊരു കാഴ്ച കണ്ടത് ടോർച്ചാണ്. സുരേഷ് ഇത് ഇതെന്താ പറയാ, 8 കെട്ടയോ 6 കെട്ട, അതായത് 6 വലിയ ബാറ്ററി അല്ലേ, പണ്ടത്തെ ബാറ്ററികൾ ഇട്ടിട്ടുള്ള. ഇതൊക്കെ ജീവൻ സാത്തി, പണ്ടത്തെ ഒരു പ്രതാപത്തിന്റെ അടയാളം കൂടിയാണ്. പഴമക്കാർക്കൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് വർക്കിംഗ് ആയിരിക്കുമോ? ഉണ്ടാവും, ബാറ്ററി ഇട്ട വർക്ക് ആവും അല്ലേ. 6 കെട്ട, 3 കെട്ട, പിന്നെ 2 കെട്ട, അതാണ് ടൈപ്പില്. ഇത് പിച്ചളയുടെ ഉണ്ട്, പിന്നെ അലുമിനിയത്തിന്റെ ഉണ്ട്. പിച്ചളയുടെ ഇത് പിച്ചള ഇത് പക്ഷെ കളറ് അത് ഉരച്ചു നോക്കിയാ അറിയാം. അതെ അല്ലേ. ഹാർമോണിയം ഉണ്ടല്ലോ. പിന്നെ ഹാർമോണിയം പലതും വരും. ഇന്ന സാധനങ്ങളൊന്നും ഇല്ല അല്ലേ, ഏത് സാധനങ്ങളാന്ന് വെച്ചാൽ. അതെ അതെ അതെ. മിക്സി. ഈ കള്ളന്മാരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ടാവില്ലേ? അത് വാങ്ങിക്കാറില്ല. പുലിവലാണല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ. അത് കാസറ്റ് കൊടുന്നത്, നമ്മുടെ വീഡിയോ കാസറ്റ് കൊടുന്നിട്ടില്ല അവര് പറഞ്ഞു. അവര് ഏതൊരു വണ്ടിന്ന് VCR ആരോ വാങ്ങിച്ചോണ്ട് ഗുരുവായൂർ വെച്ചിട്ടാന്നുണ്ട്. വണ്ടി തുറന്നിട്ട് ഇവര് ആ VCR അതിലുണ്ടാകുന്ന 10-25 കാസറ്റ് വീഡിയോ കാസറ്റ് കൊടുത്തിട്ട് അവര് കൊണ്ടുപോയി. അന്വേഷണത്തിൽ അവര് പിടിച്ചപ്പോ ഒന്ന് വയലത്തൂരുള്ള ആളാ കള്ളൻ. അപ്പൊ അവന്റെ പേര് അറിയാം. അപ്പൊ ഇത് എവിടെ കൊടുത്തു ചോദിച്ചപ്പോ അമ്മ ഇവിടെ വന്നു. അങ്ങനെ അമ്മാവനോട് ചോദിച്ചു, ഇങ്ങനെ കാസറ്റ് മാത്രം ഇവിടെ തന്നിട്ടുള്ളൂ. VCR വേറെ എവിടെയാ കൊടുത്തുന്നത്? അപ്പൊ മാമൻ ഒറ്റടിക്ക് പറഞ്ഞു തന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അനിയനും ഉണ്ട്. ചോദിച്ചു, ഇയാൾ നമ്മളറിയില്ല, മാമൻ മേടിച്ചിട്ടുണ്ടാന്ന് വെച്ചു. മാമൻ അങ്ങനെ അത് ഞങ്ങളുടെ സ്റ്റേഷനിലെല്ലാം പറഞ്ഞു. എന്നിട്ട് മാമനും അനിയനും കൂടിയിട്ട് സ്റ്റേഷനിലേക്ക് പോയി. അപ്പൊ ഞങ്ങൾ അതിന് മുമ്പ് അമ്മയോട് ചോദിച്ചാൽ എന്തിനും തന്നിട്ടില്ല സാധനം തന്നു തന്നെ. അപ്പൊ അത് തന്നിട്ടില്ല സാധനം കള്ളൻ പറഞ്ഞതാണ് തന്നത്. അതാണ് നേര്. നമ്മൾ പറയണത് നുണയാ പോലീസുകാരെ സംബന്ധിച്ച്. അപ്പൊ അത് കാരണമാണ് മാമ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ അത് കാരണം നമുക്ക് അടി കിട്ടിയില്ല. കാസറ്റിന്റെ കാര്യം ചെന്ന് പറഞ്ഞു, ഇതാണ് സത്യം സാറേ, ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല, ഇത് ഇങ്ങനെ ഒരു ഇതുള്ള കാരണം പറഞ്ഞാൽ തന്നു. അവന് ഞാൻ അറിയൂല, ഒന്നുമില്ല, തന്നിട്ടില്ല എന്നാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇനി അത് പറഞ്ഞാൽ ശരിയാവില്ല, കാസറ്റ് എവിടുന്നെങ്കിലും മേടിച്ചിട്ട് സംഘടിപ്പിച്ച് കൊടുക്കണം, ഹാജരാക്കുന്നു. അങ്ങനെ മാമന്റെ ഒരു കൂട്ടുകാരൻ അന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അയാളോട് പറഞ്ഞിട്ട് അയാളൊന്ന് കാസറ്റ് മേടിച്ചിട്ട് ഈ 10-26 കാസറ്റ് മേടിച്ച് കൊടുത്തിട്ട് കേസ് ഒഴിവാക്കി. ചിലപ്പോ പുലിവാലികൾ അങ്ങനെ വരും അല്ലേ. ഇപ്പൊ ഏതായാലും വീട്ടിലേക്ക് നമ്മളെ വിളിച്ചോണ്ട് പോകും, കുറെ സാധനങ്ങള് കൊടുക്കാണ്ടെന്നുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോ നമുക്ക് താല്പര്യമായിട്ട് എന്തെങ്കിലും സാധനം കാണും. അത് വെറുതെ ഒരു ഉപയോഗമില്ലാത്ത പോലെ ഇരിക്കുമ്പോ നമ്മൾ ചോദിക്കും. അപ്പൊ അത് അങ്ങനെ വെച്ചിട്ടുള്ള കാര്യം കൊടുത്തൂടെ? അത് കൊടുക്കില്ല, അത് അച്ഛൻ കൊടുന്നുള്ളതാണ്, അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഇന്ന് നശിച്ചു പോയാലും ഞങ്ങക്ക് കുഴപ്പമില്ല, കൊടുക്കില്ല, ഇത് മകൻ കൊടുന്നാണ്, ഇത് തൊളമര. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതായത് ക്ലോക്ക്, വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുകള്, പിന്നെ പഴയ കാലത്തെ ഈ വാൾവ് റേഡിയോ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവർ കൊടുക്കില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു ഓർമ്മയ്ക്ക്. പിന്നെ കുറെ ആൾക്കാരൊക്കെ പഴയ സാധനത്തിലേക്ക് തിരിഞ്ഞു പോണത്. ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരും, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു SLCക്ക് പഠിക്കുന്ന പിള്ളേര് ഇതൊന്നും ഓരോന്നും വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. അങ്ങനത്തെ മോഡൽ സെറ്റുകളൊക്കെ ഉണ്ടല്ലോ, പഴയ മോഡലുകള്, അവര് വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. അതെന്തിനാ? അവർക്ക് കണ്ടിട്ട് അതൊരു ഇഷ്ടായിട്ട്. ചായയും ഇതൊക്കെ എപ്പോ തുടങ്ങും? കാലത്തൊക്കെ ഒരു 4-5 മണിക്ക് തുറന്നിരുന്നു. ഇടയ്ക്ക് വയ്യാതെ പിന്നെ ഓപ്പറേഷൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതിന്റെ ശേഷം പിന്നെ ഇപ്പൊ നേരം വേണ്ടിട്ടാ
തുറക്കുന്ന കാരണം കാലത്ത് നടക്കാൻ പോകണം. ആ ആ ആ പിന്നെ മരുന്നുകളുണ്ട്, മണിക്കൂറിന് പറഞ്ഞ പോലെ ഒരു 8 മണി വരെ മരുന്നുണ്ട്. ഓക്കെ. ആ ആ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇൻസുലിൻ ചെയ്യണം. ആ ആ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടും ഇൻസുലിൻ? എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല. ഓക്കെ. ആ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കഴിക്കണം മരുന്നെന്ന് പറഞ്ഞ ഇവിടെ ഇപ്പോ ശരിക്കും ചായയും ചെറുകടികളും ഉണ്ടാക്കണ 9 മണിക്ക് തുറക്കുള്ള. ആ ആ ആ പക്ഷെ ഇവിടുത്തെ കഴിക്കണ ഒരു ഗ്യാങ് ഉണ്ടല്ലേ ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാരുണ്ട്. അതെ അതെ കുറെ വിശേഷങ്ങൾ പറയാനും. ഇവിടെ തന്നെ പാകം ചെയ്യണല്ലേ. അതെ അതെ വേറെ കൃത്രിമല്ല. ഒരുവിധം കടയിലൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണല്ലോ. നമ്മള് കുറച്ചുള്ള ഇവിടെ തന്നെ ഉണ്ടാക്കാറ്. അത് കുറച്ച് ആൾക്കാർ വരും. അതെ അതെ ഞങ്ങളൊക്കെ അതിന്റെ ആൾക്കാരാണ്. അടിപൊളി ചായയാണ്. അതുപോലെ കടികളൊക്കെ സ്വന്തം ഉണ്ടാക്കുന്ന കടികളാണ്. അത് നമ്മളെ ഒറിജിനലിലെ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന കടികളാണ്. കുഴപ്പമില്ല, എല്ലാ കടികളും നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കണേ. ഞാൻ ഡെയിലി കഴിക്കുന്നതാണ് കേട്ടോ. ചായയും കടിയൊക്കെ ഡെയിലി കഴിക്കും. സുരേഷ് എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരാളാണ്. ഒരു കളങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു മനുഷ്യനാണ്. ഞാൻ കാലങ്ങളായിട്ടുള്ള പരിചയമുള്ള ആളാണ്. പിന്നെ മാമനായിട്ടുള്ള പരിചയമുണ്ട്. ഇത് നമ്മുടെ ഗോപാലായിട്ടുള്ള ടച്ചിങ്ങിലുണ്ട്. ഇപ്പൊ ഒരു മോളുള്ളത് കല്യാണം കഴിഞ്ഞു. അത് ഇപ്പൊ കാനഡയിലല്ലേ? കാനഡയിൽ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയും സംഗീത വഴികളിൽ ഉണ്ടായിട്ടുള്ള നൂതന സങ്കേതങ്ങളൊക്കെ നമുക്കിവിടെ നേരത്തെ റെക്കോർഡ് ചെയ്ത് കണ്ടു. ഇതിൻ്റെ അത് കഴിഞ്ഞൊരു കാസറ്റുകളുടെ ഒരു ലോകം, പിന്നെ ഒരു CD. ഇത് ആദ്യമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് അതിന്ന് ആദ്യം റേഡിയോയിലത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും, ഒരു കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ അത്ഭുതവും, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരുപാട് ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് നൊമ്പരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരുപാട് പ്രവാസി കഥകൾ. തീർച്ചയായിട്ടും ഇതൊരു പ്രവാസികളുടെ ഒരു അടയാളം കൂടിയാണ്. ഇവിടെയുള്ള ഈ പ്രത്യേകിച്ച് നാഷണൽ പാനസോണിക് അങ്ങനെയുള്ള ഒരുപാട് ഈ പേരുകൾ തന്നെ, ഇങ്ങനത്തെ ബ്രാൻഡ് പേരുകൾ തന്നെ അന്നത്തെ ഒരു പ്രവാസി ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടും പഴകിയ ഒരു പേരുകളാണ്. ഇത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത്തരം ഓർമ്മകളുടെ ഒരു വലിയ സൂക്ഷിപ്പുകാരൻ സുരേഷേട്ടൻ്റെ ഈ ജീവിതം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. താങ്ക് യു.